കർത്താവിൻ്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും തന്നെ. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നാം ഒരിക്കലും മറന്നുപോകരുത്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ ഒരു വലിയ അത്താഴം ഒരുക്കി പലരെയും ക്ഷണിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത്താഴം കഴിക്കാൻ സമയമായപ്പോൾ പലരും ഒഴികഴിവ് പറഞ്ഞ് പിന്മാറി. ഒരുത്തൻ പറഞ്ഞ് ഞാൻ നിലം കൊണ്ടിട്ടുണ്ട്, മറ്റൊരുത്തൻ പറഞ്ഞ് ഞാൻ കാളയെ വാങ്ങിച്ചിട്ടുണ്ട്, വേറൊരുത്തൻ പറഞ്ഞ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയത്തില്ല. അവിടെ യജമാനൻ തൻ്റെ ദാസന്മാരോട് പറയുകയാണ്, വീതികളിലും തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനർ, മുടന്തർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക. അതെ, ദൈവരാജ്യത്തിൽ ദൈവം നമ്മയും വിളിച്ചതിൻ്റെ ഭാഗമാക്കിയിരിക്കുക. യോഗ്യരെന്ന് ലോകം കണ്ട പലരും പിന്മാറിയപ്പോൾ യാതൊരു യോഗ്യതയും ഇല്ലാത്ത നമ്മെയും ദൈവസഭയുടെ ഭാഗമായി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ അംഗഹീനരും ദരിദ്രരും ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്. ദൈവം നമ്മളെ ശ്രേഷ്ഠരായി, യോഗ്യരായി കർത്താവിൻ്റെ ആ അന്ത്യ അത്താഴത്തിനു വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക, ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി നിർത്തിയിരിക്കുക, ദൈവസഭയുടെ ഭാഗമായി നിർത്തിയിരിക്കുക. എന്നാൽ ചോദ്യം, ഇത് അറിയാതെ ഒത്തിരി ആളുകൾ ഇന്നും പുറത്തുണ്ട്. അവരോട് കർത്താവിനെ കുറിച്ച് പറയേണ്ട ദൗത്യം നമ്മുടേതല്ലേ? ഈ യജമാനൻ വന്നു നോക്കുമ്പം വീണ്ടും അവിടെ സ്ഥലമുണ്ട്. അതാണ് ദാസൻ പറയുന്നത്. അത് 22-ാം വാക്യത്തിൽ ഇനിയും സ്ഥലം ഉണ്ട്. നിങ്ങൾ വീണ്ടും ആ വാക്കൊന്ന് പറയണം, ഇനിയും സ്ഥലമുണ്ട്. സഭയിൽ ഇനിയും സ്ഥലമുണ്ട്, ദൈവരാജ്യത്തിൽ ഇനിയും സ്ഥലമുണ്ട്. ഇനിയും കർത്താവ് ഒരുക്കുന്ന അത്താഴം കഴിക്കാൻ വേണ്ടി ആളുകൾക്ക് കസേരകൾ, സീറ്റുകൾ കാലി കിടപ്പുണ്ട്. ഇവരെ ക്ഷണിക്കുക, വിളിക്കുക, നിർബന്ധിക്കുക, കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെയും കൂടെ ദൗത്യമാണ്. ഇവിടെ ഇങ്ങനൊരു അത്താഴമുണ്ട് എന്നറിയാത്ത ഒത്തിരി ആളുകൾ ഇന്നും തെരുവിലുണ്ട്. അവരുടെ യേശുവിനെ കുറിച്ച് പറയേണ്ട ദൗത്യം നമുക്കാണ്. പല സമയങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ദൈവത്തെ അറിയാതെ, കർത്താവിനെ അറിയാതെ ഒത്തിരി ആളുകൾ ആ ദൈവസ്നേഹം കേൾക്കാത്തവരുണ്ട്. അവരെ അകത്തു കൊണ്ടുവരേണ്ട ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്, അവരെ നിർബന്ധിക്കുക. അതെ, ഇതൊരു കാലഘട്ടം, നിർബന്ധത്തിൻ്റെ കാലഘട്ടമാണ്. ക്ഷണിച്ചാൽ വരാത്ത ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ നിർബന്ധിച്ച് അവരെ ദൈവരാജ്യത്തിൻ്റെ ഭാഗം ആക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. നമ്മളെല്ലാം വേലക്കാരാണ്. നിങ്ങളായിരിക്കുന്ന മേഖലയിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനുള്ളൊരു ദൗത്യം നിങ്ങൾക്ക് തന്നെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ അതെന്ത് അനുഗ്രഹമാണ്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് ദൈവസ്നേഹം പങ്കിടാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവ് സൗഖ്യം തരുമെന്നും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ വാക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാകും ഒരു തുടക്കം. ഈ ഒരു വേദഭാഗത്തെക്കുറിച്ച് ബിഷപ്പ് ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഹോ ഹാപ്പി ഗസ്റ്റ്, ഡോണ്ട് യു ഹാവ് കൺസേൺ ഫോർ ദി സ്റ്റാർവിങ് വൺസ് ഇൻ ദ സ്ട്രീറ്റ്. തെരുവിൽ ആഹാരമില്ലാതെ അലയുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് വിചാരമില്ലയോ? അത്താഴത്തിന് വേണ്ടി നിങ്ങൾ ക്ഷണിക്കപ്പെട്ടു, നിങ്ങൾ അത്താഴത്തിന് വേണ്ടി ഇരിക്കുകയാണ്. എന്നാൽ ഇതറിയാതെ ഒത്തിരി ആളുകൾ ഇന്നും തെരുവിൽ അലയുന്നുണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾക്കൊരു വിചാരമില്ലേ? വിവാഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കസേരയിൽ നമ്മൾ ഇരുന്ന് ആഹാരം കഴിക്കാൻ തയ്യാറാകുക. എന്നാൽ കസേര കിട്ടാത്ത, സീറ്റ് കിട്ടാത്ത ഒത്തിരി പേര് അതിലെ അലയുന്നുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? എനിക്ക് മുന്നിൽ ആഹാരം കിട്ടി എന്ന് പറഞ്ഞ് സ്വസ്ഥമായി നമ്മൾ കഴിക്കും. അല്ല, ഇതറിയാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവസ്നേഹം കേൾക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. കർത്താവ് ഒരുക്കുന്ന ഒരു അന്ത്യ അത്താഴത്തിന് വേണ്ടി പലരും ഒരുങ്ങിയിട്ടില്ല, പലരും അറിഞ്ഞിട്ടില്ല. ആ ദൗത്യം ഏറ്റെടുത്ത് മറ്റുള്ളവരോട് ദൈവസ്നേഹം പങ്കിടാം. യേശു സ്നേഹിക്കുന്നവനാണെന്നും യേശു രക്ഷകനാണെന്നും പറയാം. ആ ദൈവസ്നേഹം മറ്റുള്ളവരിൽ പങ്കിടുന്ന ഒരു വ്യക്തിയായി നിങ്ങളും തീരട്ടെ. ഇനിയും സ്ഥലമുണ്ട്, വരുവാൻ നിർബന്ധിക്കുക. അതെ, ദൈവരാജ്യത്തിൽ ഇനിയും സ്ഥലമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി ദൈവം നമ്മളെ നിർത്തട്ടെ. ഇന്ന് പകൽ ആരോടെങ്കിലും സുവിശേഷം പറയാൻ, ദൈവസ്നേഹം പങ്കിടാൻ, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയം ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുത്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലസ് യു.